ഘോരയുദ്ധത്തിനൊടുവിൽ ഇരുൾ പരന്നു. രംഗം ശാന്തമായി. മരങ്ങൾ ഇലകൾ പൊഴിച്ചു. ആകാശച്ചോപ്പിൽ പറവക്കൂട്ടങ്ങൾ ദിശ കിട്ടാതെ അലഞ്ഞു. എങ്ങും മൂകത, തളം കെട്ടിയ രക്തം, കബന്ധങ്ങൾ. മാംസമെരിയുന്ന യുദ്ധരംഗമായി ഭൂമി വിതുമ്പി. യുദ്ധകാണ്ഡം. നന്നായിട്ട് കിട്ടിയെന്നാ കേട്ടത്. എന്ത്? ആഹാ, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. അത് കൊള്ളാം. നല്ല ചൂട് വാർത്ത ഇറങ്ങിയിട്ടും അറിഞ്ഞില്ല. നിങ്ങള് ഇങ്ങനെ നടന്നോ? നമ്മുടെ ഉപമയുടെ കമ്മിറ്റി കഴിഞ്ഞൊരു പാർട്ടി നടന്നു ഇന്നലെ രാത്രി ബോബിക്കുട്ടന്റെ വീട്ടില്. പാർട്ടിക്കിടയ്ക്ക് കറണ്ട് പോയി. ഇരുട്ടത്ത് നമ്മുടെ അലക്സ് മാത്യുവിന് നല്ല ഉഗ്രം പെട കിട്ടി. നല്ല ചാമ്പ് കിട്ടിയെന്നാണല്ലോ കേട്ടത്. ആരായിരിക്കും? ആരാ തല്ലിയത്, എന്തിനാ തല്ലിയത്, ഒരു പിടിയില്ല. ഷെടാ, അതാണ്. എന്തിനായിരിക്കും? നീ കള്ളൊന്നും വന്നില്ലേ? വണ്ടി വീരുടെ ഇത് മറ്റേ അലക്സിനത്തിനെ പഠിച്ച കേൾക്കാണോ? അതെ, അത് പെണ്ണേസാ. ഫ്രഷ് ഇപ്പൊ വാട്സാപ്പിൽ നിന്ന് കിട്ടിയതല്ലേ? അയ്യോ, അടിയല്ല, ഫിഷ്. ഫിഷിന്റെ കാര്യ പറഞ്ഞത്. നല്ല കുടംപുളി ഇട്ടുകൊണ്ടേ കറി വെക്ക്, നല്ല സൂപ്പർ ആയിരിക്കും. നിങ്ങളിങ്ങനെ ഫുൾ ടൈം വാട്സാപ്പ് മാത്രം നോക്കിയിരുന്നു, പുറത്ത് നടക്കണമെന്നും അറിയണില്ല. അപ്പൊ ഇങ്ങോരെങ്ങനെ അറിഞ്ഞു? വാട്സാപ്പില്. ഉപമാ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉപമാ നേതൃത്വം ഏകാംഗ കമ്മീഷനെ നിയമിച്ചു. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതാ. ഞാൻ അവന്മാരുടെ ഗ്രൂപ്പിലൊന്നുമില്ല. ഇവന്മാർ ഇവിടെ വന്ന് കിടന്നിട്ട് എതിരാ സമയം കളയുന്നത്. തീർന്നില്ല. ഏകാംഗ കമ്മീഷനായി മുൻ പ്രസിഡന്റ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുന്നു എന്ന് വാർത്ത. എന്നാൽ എന്തെങ്കിലും നടക്കും. അയാള് പുലിയ. ചേട്ടാ, അന്ന് പെട്ടെന്ന് കറണ്ട് പോയി. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഇങ്ങനെ ഇവിടെ കറണ്ടൊന്നും പോകാത്തതാണ്. അന്ന് എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും. അയ്യോ, ഞാൻ മാത്രമല്ലായിരുന്നു. എന്നിട്ട് കറണ്ട് വന്നപ്പം അലക്സ് അടി കിട്ടിയൊരു മൂല ചുരുണ്ട് കിടക്കുക. ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും നമ്മുടെ വീടല്ലേ, ഇവിടെ വെച്ച് സംഭവിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കയ്യിലാണല്ലോ. ഹലോ മാഡം, എങ്ങോട്ടാ? ഒരു റീൽസ് എടുക്കാൻ പോവാ. കൊള്ളാം, നല്ലതാ. ഇയാളുടെ അറിവില്ലേ അലക്സ് മാത്യുവിനോട് വൈരാഗ്യമുള്ളവരായി ആരെങ്കിലും ഉണ്ടായിരുന്നു? ആ കുട്ടന് കൽപ്പുണ്ടാകാൻ
ഏത് സ്റ്റേറ്റ് കിട്ടിയാലും അവന് പാട്ട് പാടണം. ഈ കഴിഞ്ഞ പരിപാടിയിൽ അലക്സ് മാത്യു അവനെ പാടാൻ സമ്മതിച്ചില്ലല്ലോ. അതിന്റെ ചുരുക്കം അവനുണ്ടാവും. നിങ്ങൾക്കറിയാലോ ഭായി, എനിക്ക് നന്നായി പാടാനുള്ള കഴിവുണ്ടെന്ന്. പ്രമദവനം ഒറ്റ ശ്വാസത്തിൽ വേണമെങ്കിൽ ഞാൻ പാടും. അവനത് പറ്റില്ല, അതിൻ്റെ അസൂയ അവന്. വേണമെങ്കിൽ ഇപ്പം പാടണം. വേണ്ട. വേണ്ട. എൻ്റെ പ്രമദവനത്തിനോടുള്ള ചൊറിച്ചിൽ അവന് പണ്ടേ ഉള്ളതാണ്. ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് അവൻ എന്നെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത്. പിന്നെ തല്ലാനൊന്നും കേസൊന്നും ഇതിലില്ല ഭായി. തല്ലിയിട്ട് നമുക്കെന്ത് പ്രയോജനം കിട്ടാനാണ്? പിന്നെ എന്താണ് കാരണം? ഇത് ചെയ്തത് ആരാന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ ജേക്കബാ. ഈയിടക്ക് ഈ ചങ്ങായിനെ ഫേസ്ബുക്കിലൊരു പെണ്ണ് പറ്റിച്ചു. അതൊരു ഫേക്ക് ഐഡിയ ആയിരുന്നു. ആ ഐഡിയ ഉണ്ടാക്കിയത് ഈ അലക്സ് മാത്യു. അതിൻ്റെ ചുരുക്ക് തീർത്തതാണ് ജേക്കബ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. അവൻ എനിക്കിട്ട് ഒരു പണി തന്നായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അവൻ തെറ്റ് ചെയ്തതാണ്, അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ഒളിഞ്ഞു. പക്ഷെ അതിന് അവനെ കയറി അടിക്കാനുള്ള പ്ലാനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. സ്വാഭാവികമായും നിങ്ങളെ സംശയിക്കേണ്ടി മോട്ടീവുണ്ട്. മോട്ടീവ് തേങ്ങാക്കൊല. അവൻ എനിക്കിട്ടൊരു പണി തന്നു, ഞാൻ അവനും തിരിച്ചതേപോലെ ഒരു പണി കൊടുത്തു. ഇന്നവൻ ഫേസ്ബുക്കിൽ തിരിക്കുന്ന പെൺകുട്ടി ഞാൻ നാട്ടിൽ നിന്ന് പിള്ളേരെ വെച്ച് ചോദിച്ചതാണ്. അല്ലാതെ വയലൻസ് കാട്ടി പ്രതികാരം ചെയ്യാനുള്ള ബുദ്ധിയില്ലായ്മയൊന്നും എനിക്കില്ല. പിന്നെ ആരായിരിക്കും? ആർക്കറിയാം. വലിയ ഏകാംഗ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആളെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല, ശരിക്കും അവന് അടി കിട്ടിയോ? കിട്ടി. എന്റെ മക്കളാണ് സത്യം. ശരിക്കും കിട്ടി. സംഘടന കെട്ടുറപ്പ് നടത്തും. എല്ലാവരെയും ഒരു വള്ളത്തിൽ കൊണ്ടുപോവുകയും വേണം. പക്ഷെ മാത്യു, നമുക്കൊരു കോംപ്രമൈസ് ആയിക്കൂടെ? അങ്ങനെ ഒരു കോംപ്രമൈസ് ആയെന്നാ കേട്ടെ. ആയോ? ഇതിനുള്ളിൽ എന്നതൊക്കെ നടത്താന്ന് ആർക്കറിയാം? ഫ്രഷ് ആണോന്നോ? ബോട്ടയിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് ഫ്രീസറിൽ പോലും വെക്കാത്ത ഐറ്റമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ബോബിക്കുട്ടൻ്റെ വീട്ടിൽ പാർട്ടിയുണ്ട്, ഉറപ്പായിട്ടും വരണം. നിങ്ങളുടെ റെസിപ്റ്റ്. അതെ, തല്ലിത്തിരി കടുത്തു. ഞങ്ങൾക്ക് പണ്ട് ഹോസ്റ്റലിൽ പവർ കട്ടിൻ്റെ സമയത്ത് തലയണ വെച്ച് അടി കൂടുന്ന ഒരു ഫൺ പരിപാടിയാണ്. കട്ട് കഴിഞ്ഞ് കറണ്ട് വന്നാലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പിള്ളേരെല്ലാം കൂടെ ചറ പറ അടി പറയും. ആരാ തല്ലിയത്, എന്തിനാ തല്ലിയത്, ആർക്കും ഒരു കിട്ടും കിട്ടാം. എന്നാലും സ്വന്തം കെട്ടിയൊന്ന് ഫ്രണ്ട്സിനിട്ട് തന്നെ കൊടുത്തില്ലേ. എൻ്റെ ബാക്ക് യാർഡിൽ മൂത്രം ഒഴിക്കരുതെന്ന് ആ പിള്ളേരോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത്. ഈ ആണുങ്ങൾക്ക് ഫണ്ണെന്ന് പറയുന്നത് എവിടാ എപ്പോഴാ എന്ന് നോക്കാതുള്ള വെള്ളമടിയും തമ്മിത്തട്ടുക. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരുടെ കാര്യം അവർ മറന്നുപോകും. സാധാരണ ഇങ്ങനെ ഇവിടെ കറണ്ടൊന്നും പോകാത്തതാണ്. അന്ന് എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തമില്ല.
ഗുബുണ്ടു ഗുബുണ്ടു ഗബുണ്ടു എന്തെന്ന്? ആഫ്രിക്കൻ പ്രോവർബ്. എ പേഴ്സൺ ഇസ് എ പേഴ്സൺ ബിക്കോസ് ഓഫ് അതേഴ്സ്. ഇനിയിപ്പം നിന്റെ വീട്ടിൽ വല്ല പ്രേതബാധ ഉണ്ടോടാ? പ്രേതോ? സദ്യക്ക് വിളമ്പിയ പഴത്തിൻ്റെ മുഴുപ്പ് കൂടി എന്ന് പറഞ്ഞൊരു അടി നടന്നിരുന്നു പണ്ടങ്ങ് തിരുവനന്തപുരത്ത്. അതെന്തിനാ? വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണോടോ ഇത്ര വലിയ പൂവമ്പഴം വിളമ്പുന്നു എന്ന് പറഞ്ഞായിരുന്നു അടി. അതൊരു എ ക്ലാസ് അടിയായിരുന്നു.